യിരെമ്യാവ് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബെന്യാമീൻ മക്കളെ, യെരൂശലേമിന്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവീൻ. തെക്കോവയിൽ കാഹളമൂതുവീൻ. ബേത്ത് ഹക്കേരേമിൽ ഒരു തീക്കുരി ഉയർത്തുവീൻ. വടക്കുനിന്നു അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു. സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ വരും. അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും. അവർ ഓരോരുത്തൻ താന്റെ ഭാഗത്ത് മേയിക്കും. അതിന്റെ നേരെ പടയൊരുക്കുവീൻ. എഴുന്നേൽപ്പീൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറി ചെല്ലാം. അയ്യോ കഷ്ടം, നേരം വൈകി, നിഴൽ നീണ്ടുപോയി. എഴുന്നേൽപ്പീൻ, രാത്രിയിൽ നാം കയറി ചെന്നു അതിലെ അരമനകളെ നശിപ്പിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു. വൃക്ഷം മുറിപ്പീൻ, യെരൂശലേമിനു നേരെ വാട കോരുവീൻ. സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇതുതന്നെ. അതിന്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നതുപോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ. എന്റെ മുമ്പിലെപ്പോഴും ദീനവും മുറവും മാത്രമേയുള്ളൂ. യെരൂശലേമേ, എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യിസ്രായേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവികളെ പരിച്ഛേദന ഇല്ലായികയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു. അവർക്കു അതിൽ ഇഷ്ടമില്ല. ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അടക്കിവെച്ചു ഞാൻ തളർന്നുപോയി. ഞാൻ അത് വീഥികളിലെ കുട്ടകളിന്മേലും യൗവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും. ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപെടും. അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാം അന്യന്മാർക്കു ആയിപ്പോകും. ഞാൻ എന്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറഞ്ഞു. എന്റെ ജനത്തിന്റെ മുറിവിനു ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടിവരും. അവർ ലജ്ജിക്കുകയോ നാണമറിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചു അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി കാഹളനാദം ശ്രദ്ധിപ്പീൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതികളെ കേൾപ്പീൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയെ കേൾക്ക. ഈ ജനം എന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എന്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. ശെബയിൽ നിന്ന് കുന്തിരുക്കവും ദൂരദേശത്തു നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല. ആകയാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ ഈ ജനത്തിന്റെ മുമ്പിൽ ഇടർച്ചകളെ വെക്കും. പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും. അയൽക്കാരനും കൂട്ടുകാരനും നശിച്ചുപോകും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇതാ വടക്ക് ദേശത്തുനിന്ന് ഒരു ജാതി വരുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണർന്നു വരുന്നു. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ. അവരുടെ ആരവം കടൽ പോലെ ഇരിക്കുന്നു. സിയോൻ പുത്രി, അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്ന് നിൽക്കുന്നു. അതിന്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത്, വഴിയിൽ നടക്കുകയുമരുത്. അവിടെ ശത്രുവിന്റെ വാളും ചുറ്റും ഭയവും ഉണ്ട്. എന്റെ ജനത്തിന്റെ പുത്രി, രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക. ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും. നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റുനോക്കുന്നവനും ആക്കിവെച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ,
ചെമ്പും ഇരുമ്പും മാത്രമേ അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു. തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. ഊതിക്കഴിക്കുന്ന പണി വെറുതെ, ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്കു കറക്കൻ വെള്ളി എന്നു പേരാകും.